بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. മഹ്ശറയിൽ വെച്ച് ജനങ്ങളുടെ മദ്ലമത്തുകൾക്ക് പ്രതികാരം എടുക്കപ്പെടും. നാം ആരെങ്കിലും ഉപദ്രവിക്കുകയോ അവരുടെ അഭിമാനം ക്ഷതം വരുത്തുകയോ ആക്രമിക്കുകയോ സമ്പത്ത് കൊള്ളയടിക്കുകയോ എല്ലാം ചെയ്താൽ അതിൻ്റെ പ്രതികാരം എടുക്കപ്പെടും. അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫമാ അശദ്ദ ഫർഹക്കൽ യൗം, ഇന്നേ ദിവസം നിനക്ക് എന്തൊരു സന്തോഷമാണടാ ഒട്ട, ബിതമൽമുലിക ബിഅറാലിന്നാസ്, ജനങ്ങളുടെ അഭിമാനങ്ങളെ കൊണ്ട് നീ കുരയ്ക്കുന്നു. ജനങ്ങളുടെ അഭിമാനമെടുത്ത് അമ്മാനമാടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് കുരയ്ക്കുക എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. നീ ഇന്ന് വല്ലാതെ സന്തോഷിക്കുന്നു. എങ്ങനെ? ജനങ്ങളുടെ അഭിമാനങ്ങളെ എടുത്ത് കുരച്ചിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് വേണ്ടാത്തതല്ല ഇങ്ങനെ പറയാം വലിയ ആളായിട്ട്. തനാബുലിക്ക അംബാലഹു, നീ ജനങ്ങളുടെ സ്വത്തുക്കളെ പിടിച്ചെടുക്കൽ കൊണ്ടു. ഒമാ അശദ്, എന്നാൽ ഇത് ഇന്നത്തെ അവസ്ഥയാണ്. ഒമാ അശദ്ദ ഹസറാത്തിക്ക, നിന്റെ ദുഃഖങ്ങളുടെ ഖേദങ്ങളുടെ കാഠിന്യം എത്രയായിരിക്കും. ഫീ ദാലിക്കൽ യൗമി, ആ ദിവസം. ഇതാ വഖഫ റബ്ബുക, നിന്റെ റബ്ബ് നിന്നാൽ അലാ ബിസാത്തിൽ അതിൽ, നീതിയുടെ വിരിപ്പിന്റെ മേൽ. അഥവാ നിന്റെ മുമ്പിൽ യജമാനായ അള്ളാഹു നീതിയുമായിട്ടാണ് വന്നതെങ്കിൽ നിന്റെ ദുഃഖം എത്ര കഠിനമായിരിക്കും. നീതിയുടെ വിരിപ്പ് നമുക്ക് വേണ്ട, നമുക്ക് അള്ളാഹുവിന്റെ ഫളിലിന്റെ വിരിപ്പ് മതി. നീതിയുടെ വിരിപ്പ് നമുക്ക് വേണ്ട. പടച്ചോനെ, നീ നിന്റെ നീതി ഞങ്ങളിൽ നടപ്പിലാക്കല്ലേ, നിന്റെ ഔദാര്യം മാത്രം നടപ്പിലാക്കണേ, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. വശൂഫിഹിത്ത, നിന്നോട് മുശാഫഹത്ത് ചെയ്യപ്പെട്ടു, അഥവാ ചുണ്ടിൽ നേരിട്ട് യാതൊരുവിധ മധ്യസ്ഥനുമില്ലാത്ത നിലയിൽ സംസാരിക്കപ്പെട്ടു. ബിഖിതാബി സിയാസത്തി, അധികാരത്തിന്റെ സംബോധന കൊണ്ട്. വാന്ത മുഫ്ലിസു, നീ മുഫ്ലിസാണ്, പാപ്പര്, ഫക്കീറാണ്, ആജിസാണ്, അശക്തനാണ്, മുഹീനൻ, നീ നിന്ദ്യനാണ്. ലാ തഖ്ദിറു അലാ അൻ തറുദ്ദ ഹക്കൻ, ഹക്കിനെ മടക്കി കൊടുക്കാൻ നിനക്ക് കഴിവില്ല. ഔ തൽഹറ ഉദ്റൻ, ഉദ്ർ പ്രകടിപ്പിക്കാൻ നിനക്ക് കഴിവില്ല. ഫഇൻദ ദാലിക, ആ ദിവസം തുഖദു ഹസനാതുക, നിന്റെ നന്മകളെ പിടിച്ചെടുക്കപ്പെടും. അല്ലത്തി തഅബത ഫിയ, നീ അതിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഉംറക, നിന്റെ ആയുസ്സിൽ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ അമലിനെ പിടിച്ചെടുക്കപ്പെടും. വതുൻകരു, അതിനെ നീക്കപ്പെടും. ഇലാ ഹസമാഇക, നിന്റെ പ്രതിയോഗികളുടെ അതിലേക്ക് നീക്കപ്പെടും. നിന്റെ അക്കൗണ്ടിൽ നിന്നും പ്രതിയോഗികളുടെ അക്കൗണ്ടിലേക്ക് നീക്കപ്പെടും. ഇവലൻ അൻ ഹുഖൂഖിഹിം, അവർക്ക് കൊടുക്കേണ്ട ആ ഹക്കുകളെ തൊട്ട് പകരമായിട്ട്. അവർക്ക് കൊടുക്കേണ്ട ഹക്കുകളുണ്ട്, അത് കൊടുക്കാണ്ടാ നീ മരിച്ചുപോയത്. അതിന് പകരമായി നിന്റെ പ്രതിയോഗികളുടെ അക്കൗണ്ടിലേക്ക് നിന്റെ നന്മകൾ നീക്കപ്പെടും. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തദ്റൂന മാനിൽ മുഫ്ലിസു, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. മുഫ്ലിസ്, പാപ്പര്. ഖുൽനാ, ഞങ്ങൾ പറഞ്ഞാൽ മുഫ്ലിസു ഫീന, ഞങ്ങളുടെ ഇടയിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലാ ദിർഹമ ലഹു വലാ ദീനാറ, വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ വലാ മത്താ, ചരക്കോ ഒന്നും ഇല്ലാത്തയാണ്. കാശുമില്ല, ജീവിക്കാനുള്ള ഒരു വകയില്ല, അങ്ങനെ കഴിഞ്ഞുകൂടുന്നയാൾക്കാണ് മുഫ്ലിസ് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. ഖാല, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർളി, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫ്ലിസ് മൻ, ഒരുവനാണ്. യഅ്തിയാവും, വരും, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലെ, ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, നമസ്കാരം, നോമ്പ്, സക്കാത്ത് എല്ലാം കൊണ്ടാ വരുന്നത്. വയഅ്തിയാവും, വരും, ഏത വസീൽ വഖദ് ശതമ ഹാദാ, അവൻ ഇവനെ ചീത്ത പറഞ്ഞു. വഖദഫ ഹാദാ, മറ്റവനെ സംബന്ധിച്ച് അപരാധം പറഞ്ഞു. വഅക്കല മാല ഹാദാ, ഇവന്റെ സ്വത്ത് അവൻ അന്യായമായി ഭക്ഷിച്ചു. വസഫക ദമ ഹാദാ, ഇവന്റെ രക്തം അവൻ അന്യായമായി ഇറ്റിച്ചു.
വലറബ ഹാദ, ഇവനെ അവൻ അടിച്ചു. ഇങ്ങനെ അപ്പൊ ഫയുഅത്ത ഹാദ, ഇവന് നൽകപ്പെടും മിൻ ഹസനാത്ത്, ഇവന്റെ നന്മകളിൽ നിന്നും. വഹാദ, ഇവന് നൽകപ്പെടും മിൻ ഹസനാത്ത്, അവന്റെ നന്മകളിൽ നിന്നും. ഇങ്ങനെ നന്മകൾ വീതിച്ച് ഓരോരുത്തർക്കായി കൊടുക്കപ്പെടും. അവസാനം ആൾക്കാർ ബാക്കി നിൽക്കുകയാണ്, കൊടുക്കാനുള്ള കടക്കാർ ബാക്കി നിൽക്കുകയാണ്. ഇവന് നന്മയില്ല. ഫനിയത്ത് ഹസനാത്തുഹു, അവന്റെ നന്മകളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഖബല അൻ യുഖ്ള, വീട്ടപ്പെടുന്നതിന് മുമ്പ് മാ അലൈഹി, അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതകളെല്ലാം കൊടുത്തു വീട്ടുന്നതിന് മുമ്പ് നന്മകൾ തീർന്നു പോയെങ്കിൽ ഉഖിദ മിൻ ഖതായാഹു, അവരുടെ പാപങ്ങളെ പിടിക്കപ്പെടും. ഫതുരിഹത്ത് അലി, ഇവന്റെ മേൽ അതിന് ഇടപെടും. അപ്പൊ ഇവൻ തിന്മയുടെ മേൽ തിന്മയായിട്ട് മാറും. സുമ്മ തുരിഹ ഫിന്നാർ, ഇവനെ നരകത്തിൽ കൊണ്ടുപോയി ഇടപെടും. അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഫൻദുർ ഇലാ മുസീബത്തിക, നിന്റെ മുസീബത്തിലേക്ക് നീ നോക്കടാ. ഫീ മിസ്ലി ഹാദൽ യൗം, ഇതുപോലുള്ള ദിവസത്തിൽ, ഈ ദിവസം പോലുള്ളതിൽ. ഇത് കാരണം ലൈസ യസ്ലമു ലക ഹസനത്തുൻ, ഒരു നന്മയും ശേഷിച്ചിട്ടില്ല. മിൻ ആഫാത്തിൽ റിയാഇന്റെ അപകടങ്ങളിൽ നിന്നും നിനക്ക് ഒരു നന്മയും ശേഷിച്ചിട്ടില്ല. ചെയ്യുന്ന നന്മ തന്നെ റിയായോടുകൂടിയാണ്. മക്കായിദി ശൈത്താനി, പിശാജിന്റെ ചതികളിൽ നിന്നും ഒരമലും രക്ഷപ്പെട്ടിട്ടില്ല. അഥവാ ഫൈൻ സലിമത്ത് ഹസനത്തുൻ വാഹിദത്തുൻ, ഒരൊറ്റ നന്മയെങ്ങാനും ശേഷിച്ചാൽ ഈ മുദ്ദത്തിൻ തവീൽ, നീണ്ടതിന്റെ കാലഘട്ടത്തിൽ ഒരു നന്മയെങ്ങാനും നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇബ്തദറഹ, അതിലേക്ക് ചാടി വീഴും. ഹുസമാഉക, നിന്റെ പരാതിക്കാര്. വയഖുദൂഹ, അവരതിനെ പിടിച്ചെടുത്ത് കൊണ്ടുപോകും. വലഅല്ലക ലൗ ഹാസബത നഫ്സക, വലഅല്ലക, നീ ആകാനും മതി. അതായത് ലൗ ഹാസബത നഫ്സക, നിന്റെ നഫ്സിനെ നീ ഹിസാബ് ചെയ്താൽ, നിന്റെ നഫ്സിനെ നീ നീ ചോദ്യം ചെയ്താൽ, വഅന്ത മുവാദിബുൻ അലാ സിയാമിൻ നഹാരി വഖിയാമിൽ ലൈലി, നീ പകൽ നോമ്പുകളുടെ മേലും രാത്രി നിസ്കാരത്തിലും മുവാദിബാണ്, നിത്യനാണ്. അങ്ങനെ ആയിരിക്കെ, അഥവാ അങ്ങനെയൊക്കെ നീ ചെയ്യുന്നവനായിരിക്കെ നിന്റെ നഫ്സിനോട് നീ ഹിസാബ് ചെയ്താൽ, അല്ല അലിംത, നീ അറിയുമായിരിക്കാം. അല്ലയുടെ മാന ഇവിടെ വരും. നീ അറിയുമായിരിക്കാം എന്ത്? അന്നഹു ലാ യൻഖളി അൻകൽ യൗം, നിന്നെ തൊട്ട് കഴിഞ്ഞു കിടക്കുന്നില്ല യൗമുൻ, ഒരു ദിവസവും, ഇല്ലാ വയജ്രി അലാ ലിസാനിക, നിന്റെ നാവിന്റെ മേൽ നടന്നിട്ടല്ലാതെ, മിൻ ഗൈബത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ ഗൈബത്ത്, മുസ്ലിമീങ്ങളോടുള്ള സംബന്ധിക്കുന്ന ഗൈബത്തിനാൽ ഒന്ന് കഴിഞ്ഞ് കടന്നിട്ടല്ലാതെ, എങ്ങനത്തെ ഒന്ന് യസ്തൗഫി, അത് പൂർത്തിയാക്കി എടുക്കും. ജമീഅ ഹസനാതിക, നിന്റെ മുഴുവൻ ഹസനാത്തിനെയും തൂത്തുവാരി കൊണ്ടുപോകുന്ന തിന്മകൾ നിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഒരു ദിവസം. മനസ്സിനോട് നീ ഹിസാബിച്ചത് നിനക്ക് മനസ്സിലാവും. അപ്പൊ കൈഫ, പിന്നെ എങ്ങനെയാണ് ബി ബഖിയത്തി സയ്യാത്തി, മറ്റ് ശേഷിക്കുന്ന തിന്മകളുടെ കാര്യം. മിൻ അക്ലിൽ ഹറാമി, ഹറാമ തീറ്റയാൽ, വശുബ്ഹാത്തി, ഹറാമാണോ ഹലാലാണെന്ന് തിരിച്ചറിയാത്ത വസ്തുക്കൾ തിന്നുക. തഖ്സീരി ഫി താആത്തി, താഅത്തുകളിൽ പിന്നെ തഖ്സീർ ചെയ്യുക, അഥവാ വീഴ്ച വരുത്തുക. ഇതുപോലുള്ളതിന്റെ കാര്യം എന്ത് പറയാനാണ്? നീ മുഹാസബ ചെയ്താൽ ഒരു ഗീബത്ത് കൊണ്ട് തന്നെ നിന്റെ മുഴുവൻ അമലും പോകുന്നതായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കൈഫ തർജുൽ ഖലാസ, നീ പിന്നെ എങ്ങനെ രക്ഷയെ ആഗ്രഹിക്കാനാണ്? മിനൽ മലാലിമി, അക്രമങ്ങളിൽ നിന്നും. ഫീ യൗമിൻ, ഒരു ദിവസം. എങ്ങനത്തെ ദിവസമാണ്? യുഖ്തസ്സു ഫീഹി, ആ ദിവസത്തിൽ പ്രതികാരമെടുക്കപ്പെടും. ലിൽ ജമ്മാഇ, കൊമ്പില്ലാത്ത മൃഗത്തിന്. മിനൽ ഖർനാഇ, കൊമ്പുള്ളതിൽ നിന്നും. ഫഖദ് റവാ അബൂദരിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റആ ഷാത്തൈനി, അവിടുന്ന് രണ്ടാടിനെ കണ്ടു. യൻതതിഹാനി, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തു വീഴുകയാണ്. ഫഖാല, അവിടുന്ന് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബൂദർ, അബൂദറേ, തദ്രി, നിനക്ക് അറിയുമോ? ഫീമ, എന്ത് വിഷയത്തിലാണ് യൻതതിഹാനി, രണ്ടാടുകൾ കുത്തു വീഴുന്നതെന്ന്? കുൽത്തു, ഞാൻ പറഞ്ഞില്ല, എനിക്കറിഞ്ഞുകൂടാ. കാല, അവിടുന്ന് അരളി, വലാകിന്നല്ലാഹ യദ്രി, പക്ഷേ അള്ളാഹു അവൻ അറിയുന്നുണ്ട്. വസയഖ്ദി ബൈനഹുമ, അള്ളാഹു ഇവർ രണ്ടുപേരുടെ ഇടയിൽ ആഖിറത്തിൽ വെച്ച് വിധിക്കും. യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി അസ്സ വജല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഈ വാക്കിന്റെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഏതാണ് വാക്ക്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ എഴഞ്ഞു നടക്കുന്ന ഒരു വസ്തുവുമില്ല. വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി,
രണ്ട് ചിറക് കൊണ്ട് പറന്നു കിടക്കുന്ന ഒരു പക്ഷി പറവകളുമില്ല. ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള സമുദായമായിട്ടല്ലാതെ. എല്ലാം ഓരോ സമുദായമാണ്. നമ്മൾ മനുഷ്യ സമുദായം, പറവകൾ പറവ സമുദായം, മൃഗങ്ങൾ മൃഗ സമുദായം. അവിടെ ഇത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു യുഹ്ശറുൽ ഖൽഖു കുല്ലുഹും, എല്ലാവരെയും ഹാജരാക്കപ്പെടും യൗമൽ ഖിയാമത്തി. അൽ ബഹായിമു, മൃഗങ്ങൾ, വദ്ദവാബു, ഇഴജന്തുക്കൾ, വത്തൈറു, പക്ഷി, വകുല്ലു ശൈഇൻ, എല്ലാ ജീവനുള്ള വസ്തുക്കളും. അങ്ങനെ ഫയബ്ലുഗു മിൻ അദിലില്ലാഹി, അള്ളാഹുവിന്റെ നീതി എത്തിച്ചേരും. എവിടെ എത്തിച്ചേരും? അയ്യഖുദലിൽ ജമ്മായി, കൊമ്പില്ലാത്തതിന് പിടിച്ചു വാങ്ങിക്കൊടുക്കുന്നതിലേക്ക് എത്തിച്ചേരും. മിനൽ കർനായി, കൊമ്പുള്ളതിൽ നിന്നും. സുമ്മയക്കൂല്, പിന്നീട് അള്ളാഹു പറയും, കൂനി തുറാബ, നീ മണ്ണായിട്ട് വെക്കോ. കൂനു തുറാബ, നിങ്ങൾ മണ്ണായി വെക്കോ. പതാലിക്ക, ഇത് ഹൈന യഖൂലുൽ ഹൈനുൻ, പതാലിക്ക, ഇത് ഹൈനുൻ, ഒരു സമയമാണ്. യഖൂലുൽ കാഫിറു, ഇത് കണ്ടിട്ട് കാഫിർ പറഞ്ഞു പോകും, യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായി പോയെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫകുന്ത അന്ത യാ മിസ്കീൻ, ഫകുന്ത, നീ ആകുന്നതാണ്, അന്ത നീ തന്നെ, യാ മിസ്കിൻ മിസ്കീനെ, ഫി യൗമിൻ, ഒരു ദിവസത്തിൽ നീ ആകുന്നതാണ്, ഒരു ദിവസത്തിൽ നീ എത്തിച്ചേരുന്നതാണ്. എങ്ങനത്തെ ദിവസം? തറാ സഹീഫത്തക, നിന്റെ റെക്കാർഡിനെ നിനക്ക് കാണാൻ കഴിയും. ഖാലിയത്തൻ മിൻ ഹസനാത്തിൻ, നന്മകളിൽ നിന്നും ഒഴിവായതായിട്ട് ഒരു നന്മയുമില്ല. താലഫീഹ തഅബുക, നീ ആ നന്മയിൽ നിന്റെ കഷ്ടപ്പാട് നീണ്ടതാണ്. പക്ഷെ ആ നന്മയെന്ന് ഇപ്പൊ ഒരു റെക്കാർഡിൽ കാണുന്നില്ല, അക്കൗണ്ടിൽ പൈസ ഇല്ല, നീ കഷ്ടപ്പെട്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടതാണ്. അപ്പൊ തക്കൂർ നീ ചോദിക്കും, അതിനെ ഹസനാത്തി, എന്റെ നന്മകൾ എവിടെ പോയി? എന്റെ അക്കൗണ്ട് ശൂന്യമായല്ലോ. ഫയുഖാൽ, അപ്പൊ പറയപ്പെടും, നുഖിലത്തില സഹീഫത്തി ഹസ്മാഇക, നിന്റെ പ്രതിയോഗികളുടെ അക്കൗണ്ടിലേക്ക് അതിനെ നീക്കപ്പെട്ടു, ആ റെക്കാർഡിലേക്ക്. നമ്മൾ അറിയാണ്ട് തന്നെ മാറും. അപ്പൊ തറാ, നീ കാണും, സഹീഫത്തക്ക, നിന്റെ റെക്കാർഡിനെ മശ്ഹൂനത്തിൽ നിറയ്ക്കപ്പെട്ടതായി, ബിസയ്യാത്തിൻ, തിന്മകളെ കൊണ്ട്. എങ്ങനത്തെ തിന്മകളാണ്? താലഫിസ് സബ്രി അൻഹ, അവകളെയും വിട്ടുള്ള ക്ഷമയിൽ നീണ്ടുപോയിട്ടുണ്ട്. നസബുക്ക, നിന്റെ കഷ്ടപ്പാട്, അഥവാ നീ വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ആ തിന്മകളിൽ നിന്ന് ഒഴിവായത്. തിന്മകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നീ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ക്ലേശം സഹിച്ചു. വസ്തദ്ദ ബിസബബിൽ കഫി അൻഹ, ആ തിന്മകളെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുന്ന കാരണമായി കഠിനമായി അനാഉക, നിന്റെ കഷ്ടപ്പാട്. പതക്കുഹുലു, അത് അങ്ങനെയുള്ള തിന്മ, അങ്ങനെ നീ തിന്മയൊന്നും ചെയ്തില്ലെന്ന് വിചാരിച്ചാൽ പോകുന്ന, നോക്കുമ്പോ കാണാം റിക്കാർഡിൽ മൊത്തം തിന്മകൾ. പതക്കൂലു, അപ്പൊ നീ പറയും, യാ റബ്ബി ഹാദിഹി സയ്യാത്തുൻ, പഠിച്ചവനെ ഇതൊരു സയ്യാത്താണ്, ചില സയ്യത്തുകളാണ്. മാ ഖാറഫ്തുഹ, ഞാൻ ഇത് ചെയ്തിട്ടില്ലല്ലോ പഠിച്ചവനെ, കത്ത് ഒട്ടും തന്നെ. ഫയഖാൽ, അപ്പൊ പറയപ്പെടും, ഹാദിഹി, ഇത് സയ്യാത്തുൽ ഖൗം, ഒരു വിഭാഗം ജനങ്ങളുടെ സയ്യാത്ത് അവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന, അതിങ്ങോട്ട് നീങ്ങിയതാ. അല്ലതിന് എങ്ങനത്തെ കൗമാണ്? യഗ്തബത്തുഹും, നീ അവരെ ഗൈബത്ത് പറഞ്ഞു. മുസ്ലിയാക്കന്മാർക്ക് പൊതുവേ ഉള്ള ഒരു പരിപാടിയാണല്ലോ, നമുക്ക് മുസ്ലിയാക്കന്മാർ എന്ന് പറയേണ്ട നമുക്ക് പൊതുവെയുള്ള പരിപാടിയാ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. വ ശതംതഹും, നീ അവരെ ചീത്ത പറഞ്ഞു. വ കസത്തഹും ബിസൂഇ, നീ അവരെ സൂഹ് കൊണ്ട് ഉദ്ദേശിച്ചു, അഥവാ നീ അവര് തിന്മ ഉണ്ടാകണമെന്ന് ആശിച്ചു. വലംതഹും ഫിൽ മുബായഹത്തി, ഇടപാടിൽ നീ അവരോട് അക്രമം കാണിച്ചു, ഇടപാട് ചെയ്യുന്നതിൽ നീ അവരോട് അക്രമം കാണിച്ചു. വൽ മുജാവറത്തി, നിന്റെ പരസ്പര അടുപ്പത്തിലും, വൽ മുഖാത്തബത്തി, നിന്റെ സംഭാഷണത്തിലും, വൽ മുനാദർത്തി, തർക്കത്തിലും, വൽ മുദാക്കത്ത്, പരസ്പരമുള്ള സംസാരത്തിലും, വൽ മുദാറസത്തി, പരസ്പരം പറഞ്ഞു പഠിക്കുന്നതിലും, വസായിരി അസ്നാഫിൽ മുആമലത്തി, ഇടപാടിന്റെ എല്ലാ സ്ഥലങ്ങളിലും നീ അക്രമം കാണിച്ചു. അതാണ് ഈ കാണുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാച്, ഖദ് യഇസ, അവൻ നിരാശനായിരിക്കുന്നു, അൻ തുഅബദൽ അസ്നാമു, വിഗ്രഹാരാധന നടത്തപ്പെടുന്നതിനെ തൊട്ട്, ബി അർദിൽ അറബി, അറേബ്യൻ ഭൂമിയിൽ വിഗ്രഹാരാധന നടത്തുന്നതിനെ തൊട്ട് പിശാച് നിരാശനായിരിക്കുന്നു. അറേബ്യൻ മരുഭൂമിയിൽ ഇനി വിഗ്രഹാരാധന ഉണ്ടാവില്ല. ഇവിടെ ഹിജാസാ ഉദ്ദേശം, മക്കയും മദീനയും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഹിജാസിന്റെ പ്രവിശ്യകൾ. വലാക്കിൻ, പക്ഷേ, സയറുല്ലാമിങ്കും, നിങ്ങളിൽ നിന്നും പിശാച് തൃപ്തിപ്പെടും, ബിമാഹുവ ദൂനതാലിക, അതിന്റെ താഴെയുള്ള ഒന്നിനെ, മിനൽ മുഹക്കറാത്തി, നിസാരമായി കരുതപ്പെടുന്ന, ബിൽ മുഹക്കറാത്തി, നിസാരമായി കണക്കാക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ, ബിമാഹുവ ദൂനതാലിക്കയുടെ ബദലാണ്.
നിസാരമായി കണക്കാക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ വഹിയൽ മൂബിക്കാതെ അത് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫത്തഖുൽ ളുൽമ മസ്തതഅതും, നിങ്ങളുടെ കഴിവനുസരിച്ച് ളുൽമിൽ നിങ്ങൾ ഒഴിഞ്ഞു നിന്നോളിൻ. ഫൈനൽ ആബിദ, ഒരു അടിമ ലയജിയോം വരും യൗമൽ ഖിയാമത്തി ബി അംസാലിൽ ജിബാലി, മലകളെ പോലുള്ളവരുമായിട്ട് പിന്നെ താഅത്തുകളാൽ മല പോലുള്ള അമലുമായിട്ട് വരും. ഫയറാവും, വിചാരിക്കും അന്നഹുന്ന സയുൻജീനഹു, ഈ അമലുകൾ ഇവനെ രക്ഷപ്പെടുത്തുമെന്ന്. പക്ഷേ ഫമാ യസാലു അബ്ദുൻ, ഓരോ അടിമയായി യജീഉ ഇവന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഫയഖൂലു, പറയും റബ്ബി, എന്റെ രക്ഷാവേ, ഇന്ന ഫുലാൻ, ഇന്ന ആൾ അലമനെ എന്നെ ആക്രമിച്ചു, ബി മദ്ലമത്തിന്, ഒരു അക്രമം കൊണ്ട്. ഫയഖൂലു, അപ്പോൾ അല്ലാഹു തആല പറയും ഉംഹു മിൻ ഹസനാതിഹി, അവന്റെ നന്മയിൽ നിന്നും മായ്ക്കി, അതിനെ മറ്റിടത്തേക്ക് എഴുതുന്നർത്ഥം. ഇവിടെ നിന്ന് മായ്ച്ചിട്ട് വന്നയാളിലേക്ക് എഴുതാൻ. ഫമാ യസാലു കദാലിക, ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ഹത്താ ലാ യബ്ഖാ ലഹു, അവന് ശേഷിക്കുകയില്ല മിൻ ഹസനാതി, അവന്റെ നന്മകളിൽ നിന്നും ശേഷം ഒന്നും തന്നെ. അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഗീബത്ത് പറയാണ്ട് സൂക്ഷിക്കുക സഹോദരങ്ങളെ, നമീമത്ത് പറയാണ്ട് സൂക്ഷിക്കുക. സാധാരണ നമ്മൾ അതാണ് ചെയ്യുന്നത്. മൊബൈലിലൂടെയൊക്കെ എന്താ പറഞ്ഞു വിടുന്നത്? ഓരോ ഷൗക്കത്താലി ഉസ്താദ് മരിച്ചപ്പോൾ തന്നെ അതിന്റെ പേരിൽ ആരെ പറ്റിയല്ല ഗീബത്ത് നമീമത്തും ഒക്കെ പറഞ്ഞു. ഈ താസുഅ ആശൂറ നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ ആരെ സംബന്ധിച്ചല്ല എന്തെല്ലാം പറഞ്ഞു. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ആരെ സംബന്ധിച്ചല്ല നമ്മൾ പറഞ്ഞോ അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, ദറജ കൊടുക്കട്ടെ. സാധുക്കളായ നമ്മളെ അള്ളാഹു രക്ഷിക്കട്ടെ. പിന്നെ മസലദാലിക്ക്, ഇതിന്റെ ഉദാഹരണം മസലു സഫരിൻ, ഒരു വിഭാഗം യാത്രക്കാരുടെ ഉപമയാണ്. നസുൽ, അവർ ഇറങ്ങി ബി ഫലാത്തിന്, ഒരു മൈതാനത്തിൽ, മിനൽ, ഭൂമിയിലെ ഒരു മരുഭൂമിയിൽ. ലൈസലഹും ഹത്തബുൻ മഅഹും ഹത്തബുൻ, ഭയങ്കര തണുപ്പ്, അവർക്ക് വിറകില്ല. ഫതഫറഖൽ ഖൗം, ജനങ്ങൾ വിട്ടുപിരിഞ്ഞു പല ഭാഗത്തേക്കും. ഫഹത്തബു, അങ്ങനെ അവർ വിറക് ശേഖരിച്ചു. ഫലം യൽബസു, ഒട്ടും വൈകിയില്ല. അൻ അഅലമു നാറഹും, ഒരു നല്ല ഉഷാറായിട്ട് തീ കത്തിച്ചു. വസനഉ മാ അറാദ, അവർ ഉദ്ദേശിച്ചൊക്കെ അവർ ചെയ്തു. ഭക്ഷണം പാചകം ചെയ്തു, തണുപ്പ് ചൂട് കൊണ്ടു. പക്ഷെ വിറകില്ലാണ്ടാണ് പോയത്. ഒരു പല ഭാഗത്തും ശേഖരിച്ചു എന്നതുപോലെ ഒരു നന്മയുമില്ലാണ്ട് മഹ്ശറിൽ ആ ആൾക്കാർ വരും. അവരിങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ശേഖരിക്കും. ഇപ്പൊ കദാലിക ദുനൂബു, ഇപ്രകാരമാണ് പാപങ്ങളും. അവരുടെ പാപങ്ങൾ ഇങ്ങോട്ട് കൊടുക്കും, ഇവരുടെ നന്മകൾ അങ്ങോട്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. വലമ്മ നസല ഖൗലുഹു തആല, അള്ളാഹുവിന്റെ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. പ്രവാചകരെ, നിശ്ചയം അങ്ങ് മയ്യിത്തുൻ, അങ്ങ് മരിക്കും. വൈന്നഹും മയ്യിത്തൂൻ, യോമാർ, അങ്ങയുടെ ശത്രുക്കളായ യോമാർ, അവരും മരിക്കും. സുമ്മ, പിന്നീട് ഇന്നക്കും, നിങ്ങൾ എല്ലാവരും തന്നെ യൗമൽ ഖിയാമത്തി, ഖിയാമത്തിൽ ഇൻദ റബ്ബിക, നിങ്ങളുടെ രക്ഷാവിനടുക്കൽ തഖ്തസിമൂൻ, പരസ്പരം പഴിചാരും. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അതിന്റെ വിഷയത്തിൽ ഖാല സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയുക്കററു അലൈന, ഞങ്ങളുടെ മേൽ ആവർത്തിക്കപ്പെടുമോ, മടക്കി പറയപ്പെടുമോ, മാക്കാന ബൈനന, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതിനെ, ദുന്യാവിൽ മാ ഖവാസി ദുനൂബി, ഞങ്ങളുടെ മറ്റ് പ്രത്യേക പാപങ്ങളോടൊപ്പം ദുന്യാവിൽ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാട്, അതിനെയും മടക്കി വീണ്ടും പറയപ്പെടുമോ? ഖാല നഅം, അതെ. ലയുക്കററന്ന അലൈക്കും, നിങ്ങളുടെ മേൽ അതിനെ മടക്കി പറയപ്പെടും. ഹത്താ തുഅദ്ദു, നിങ്ങൾക്ക് നൽകപ്പെടുന്നത് വരെ. ഇലാ കുല്ലി ദി ഹക്കിൻ, ഓരോ ഹക്കുടയവർക്കും ഇല്ലാ കുല്ലി ദി ഹക്കിൻ, എല്ലാ ഓരോ ഹക്കുടമയിലേക്കും ഹക്കഹു, അവന്റെ ഹക്കിനെ നൽകപ്പെടുന്നത് വരെ. നിങ്ങൾക്ക് നൽകപ്പെടുക, ഓരോ ഹക്കുടമയിലേക്കും അവന്റെ ഹക്കിനെ, അഥവാ നിങ്ങളിൽ നിന്നും ഓരോ ഹക്കുടവന്റെ ഹക്കിനെ പിടിച്ചു വാങ്ങി അവർക്ക് കൊടുക്കപ്പെടും. ഖാല സുബൈർ ബിൻ അവ്വാം പറഞ്ഞു, വല്ലാഹി ഇന്നൽ അംറ ലശദീദ്, കാര്യം അല്പം കഠിനമാണല്ലോ. ഫഅളിം ബിശിദ്ദതി യൗമിൻ, അപ്പോൾ ഒരു ദിവസം എത്രയോ കഠിനമാണ്. ലാ യുസാമഹു ഫീഹി ബിഖത്വത്തിൻ, അന്ന് സഹിക്കപ്പെടുകയില്ല, ഒരു ചവിട്ടടിയുടെ അത്രയും പോലും സഹിക്കപ്പെടുകയില്ല, ക്ഷമിക്കുന്ന പരിപാടിയില്ല. വലാ യുതജാവസു ഫീഹി അൻ ലുതുമത്തിൻ, ആ ദിവസത്തിൽ വിട്ടുകിടക്കപ്പെടുകയില്ല. അൻ ലുതുമത്തിൻ, ചെറിയൊരു പാടിനെ തൊട്ടുപോലും വിട്ടുകിടക്കപ്പെടുകയില്ല. വല അൻ കെലിമത്തിന്, ഒരു ചെറിയ കെലിമത്തിനെ തൊട്ടുപോലും വിട്ടുകിടക്കപ്പെടുകയില്ല. വെറുതെ വിട്ടുകളയുകയില്ല പ്രതികാരം വാങ്ങാൻ, അതില്ല. ഹത്താ യുന്തഖമലിൽ മദ്ലൂമി, മദ്ലൂമിന് പിന്നെ പ്രതികാരം വാങ്ങിക്കൊടുക്കപ്പെടുന്നത് വരെ, മിനൽ ളാലിമി, അക്രമിയിൽ നിന്നും. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ യഹ്ശുറുല്ലാഹുൽ ഇബാദ, അടിമകൾ അല്ലാഹു ഹാജരാക്കും, ഖുറാത്തൻ, നഗ്നന്മാരായ നിലയിൽ,
ഉബറൻ പൊടി പുരണ്ടവരായ നിലയിൽ, ബുഹുമൻ ബുഹുമായ നിലയിൽ. ബുഹും എന്ന് പറഞ്ഞാൽ പിന്നെ വർത്തമാനം പറയാൻ കഴിയാത്ത പൊട്ടന്മാർ എന്നാണ് ഉദ്ദേശം. കാല റാവി പറയാണ്, കുൽന ഞങ്ങൾ ചോദിച്ചു, മാ ബുഹുമൻ, ഈ ബുഹുമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാല അവിടെ നിറയെ ലേസ മഹും, അവരോടൊപ്പം ഒന്നും ഉണ്ടാവില്ല, ഒരമലും ഉണ്ടാവില്ല. സുമ പിന്നീട് യുനാദിയും അവരെ വിളിക്കും, റബ്ബും അവരുടെ രക്ഷിതാവ്, ബി സൗത്തിന് ഒരു ശബ്ദം കൊണ്ട്, യസ്മഹു ആ ശബ്ദത്തിനെ കേൾക്കും, മൻ ബഅദ ദൂരെയുള്ളവൻ, കമാ യസ്മഹു അതിനെ കേൾക്കുന്നത് പോലെ, മൻ ഖറുബ അടുത്തുള്ളവൻ കേൾക്കുന്നത് പോലെ. അനൽ മലിക് അനദ്ദയ്യാൻ ലാ യംബഗി ലിഅഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി അൻ യദ്ഖുലൽ ജന്നത്ത വലി അഹദിൻ മിൻ അഹ്ലിൻ നാരി അലൈഹി മദ്ലമത്തു. അല്ലാഹു തആല വിളിച്ചു പറയും, അനൽ മലിക്കു ഞാൻ രാജനാണ്, അനദ്ദയ്യാൻ ഞാൻ പ്രതിഫലം കൃത്യമായി നൽകുന്നവനാണ്, ലാ യംബഗി ലിഅഹദിൻ ആർക്കും അനുപേക്ഷണീയമല്ല, മിൻ അഹ്ലിൽ ജന്ന സ്വർഗ്ഗവാസിൽപ്പെട്ട ആർക്കും, അൻ യദ്ഖുലൻ നാര അൻ യദ്ഖുലൽ ജന്നത്ത സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് സാധ്യമല്ല, പ്രവേശിക്കാൻ അനുപേക്ഷണീയമല്ല. ഏതവസ്ഥയിൽ? വലിയ അഹദിൻ മിൻ അഹ്ലിൻ നാരി നരകവാസിൽപ്പെട്ട ഒരാൾക്കുണ്ട്, അലൈഹി ഇവന്റെ മേൽ മദ്ലമത്തുൻ എന്തെങ്കിലും അക്രമമുണ്ട്. സ്വർഗവാസിയായ ഒരു മനുഷ്യൻ അയാള് നരകവാസിയായ ഒരാൾക്ക് വേണ്ടി ഒരാളിൽ എന്തെങ്കിലുമെല്ലാം ദുന്യാവിൽ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഹത്ത അഖ്തസ്സഹു ഞാൻ അതിനെ മറ്റവനക്ക് പ്രതികാരം ചെയ്തു കൊടുക്കും, മിൻഹു ഈ സ്വർഗവാസിയിൽ നിന്നും ഞാൻ അവന് പ്രതിക്രിയ വാങ്ങിക്കൊടുക്കും. വലാലി അഹദിൻ മിൻ അഹ്ലിൻ നാരി നരകവാസിൽപ്പെട്ട ആർക്കും അൻ യദ്ഖുലൻ നാറ നരകത്തിൽ പോകേണ്ടി വരില്ല. ഏതവസ്ഥയിൽ? വലിയ അഹദിൻ മിൻ അഹ്ലിൽ ജന്നത്തി സ്വർഗവാസിൽപ്പെട്ട ഒരാൾക്കുണ്ട്, ഇൻദഹു അവന്റെ അടുക്കൽ മദ്ലമത്തുൻ അക്രമമുണ്ട്. നരകവാസിയിൽപ്പെട്ട ഒരാള് അയാൾക്ക് സ്വർഗവാസിയിൽ നിന്ന് ഒരു സ്വർഗവാസിയായ മനുഷ്യൻ നന്മകൾ ഇയാൾക്ക് കിട്ടാനുണ്ട്. ഹത്ത അഖ്തസ്സഹു മിന്നു ഞാൻ അതിനെ മറ്റവരിൽ നിന്നും പിടിച്ചു വാങ്ങിക്കൊടുക്കും. അഥവാ ഒരു സ്വർഗവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സമാധാനിക്കണ്ട. നരകവാസികളുടെ ഇവൻ ചെയ്തിരുന്ന ദുന്യാവിൽ ചെയ്തിരുന്ന ദുൽമ് അതിനെ ഈ നരകവാസിയുടെ സ്വർഗവാസിയിൽ നിന്നും പ്രതിക്രിയ വാങ്ങിക്കൊടുക്കും. ഒരു നരകവാസി നരകത്തിൽ പോകുമെന്നുള്ള ശങ്ക വേണ്ട, കാരണം അവന് സ്വർഗവാസിയിൽ നിന്ന് കിട്ടാനുണ്ട്, അതിന് വാങ്ങിക്കൊടുക്കും. ഹത്തൽ ലുത്തുമത്ത ഒരു ലുത്തുമ വരെ, ഒരു ചെറിയൊരു പാട് അതുവരെ. കുൽനാവ കൈഫ എങ്ങനെയാണ് പഠിച്ചത്? ഇന്നമാ നേഹത്തില്ല നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ പോകുന്നത് ഉറാത്തൻ ഉബറൻ ബുഹമൻ അങ്ങനെയല്ലേ പോകുന്നത്, ഒന്നുമില്ലാണ്ട് എങ്ങനെയാണ് പ്രതിക്രിയ ചെയ്യുന്നത്? ഫകാല അവിടുന്ന് അരളി ബിൽ ഹസനാത്തി വസയ്യാത്തി നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടുമാണ്. ഇവന്റെ നന്മ അവന് വാങ്ങിക്കൊടുക്കും, നന്മകൾ തീർന്നു പോയാൽ തിന്മ ഇങ്ങോട്ട് നിക്ഷേപിക്കും. അതുകൊണ്ട് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹി സ്വാലിഹീൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകളെയും സൂക്ഷിക്കുക. മലാലിമൽ ഇബാദി അടിമകളോട് അക്രമം ചെയ്യുന്നതിനെ സൂക്ഷിക്കുക. ബി അഖദി അംബാൽ അവരുടെ സ്വത്തിനെ പിടിച്ചെടുക്കൽ കൊണ്ട്, തഅറുദലി അറാദിയും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തൽ കൊണ്ടും, തളീഖി ഖുലൂബി അവരുടെ ഖൽബുകൾക്ക് ഇടുക്കമുണ്ടാക്കൽ കൊണ്ടും, വൈസാത്തിൽ ഖുലുഖി ഫീ മുആശറത്തിയും അവരോടുള്ള ഇടപഴകലിൽ പിന്നെ സ്വഭാവം മോശമാക്കൽ കൊണ്ടും അങ്ങനെയൊന്നും ചെയ്യാതെ സൂക്ഷിക്കുക. കാരണം പിന്നെ ബൈനൽ അബിദി വ ബൈനല്ലാഹി ഖാസത്തൻ അപ്പോൾ ഒരു പാപം കാരണം ഒരു പാപം അടിമയുടെ അള്ളാഹുവിൻ്റെ ഇടയിൽ മാത്രമുള്ള പാപം ഫൽ മഗ്ഫറത്തു ഇലൈഹി അവനിലേക്ക് മഗ്ഫറത്ത് അസ്റ വേഗം വന്നു ചേരും. ഒമൻ ഒരാള് ഇജ്തിമാഅത്ത് അയാളുടെ ഒരുമിച്ച് കൂടി മലാലിമിൻ കുറെ അക്രമങ്ങൾ അള്ളാഹുവിനോടുള്ള മാത്രമല്ല അക്രമമുണ്ട്. ഒക്കെ താബ അൻഹ അവൻ അതിനെ തൊട്ട് തൗബ ചെയ്തു. വഅസുറ അലൈഹി അവന്റെ മേൽ ഞെരുക്കമായി ഇടുക്കമായി ബുദ്ധിമുട്ടായി എന്ത് ഇസ്തിഹ്ലാലു അർബാബിൽ മലാലിമി ഈ അക്രമം ചെയ്തവരെ ഹലാലാക്കുക എന്നുള്ളത് അവരെ കണ്ടെത്തി പൊരുത്തപ്പെടിയിക്കലോ അവരോട് ഹലാലാകലിന് തേടലോ അതൊന്നും സാധിക്കാതെ വന്നു. എന്നാൽ ഫൽ യുക്സിർ മിൻ ഹസനാത്തിഹി അവന്റെ നന്മകളെ അവൻ വർദ്ധിപ്പിക്കട്ടെ. ലിയൗമിൽ ഖിസാസ് ഖിസാസിന്റെ ദിവസത്തിന് വേണ്ടി അവന്റെ നന്മകളെ അവൻ വർദ്ധിപ്പിക്കട്ടെ. വലിയുസിറ ബിബഅദിൽ ഹസനാത്തി ചില നന്മകളെ അവൻ രഹസ്യമാക്കി വെക്കട്ടെ. ബൈനഹു വ ബൈനല്ലാഹി അവന്റെ അള്ളാഹുവിന്റെ ഇടയിൽ ആരും അറിയാത്ത രൂപത്തിൽ ബികമാലിൽ ഇഖ്ലാസ് പരിപൂർണ ഇഖ്ലാസോടുകൂടെ ബിഹൈസി നിലയിൽ ലാ യത്തലിഉ അലൈഹി അതിന്റെ മേൽ വെളിവാവുകയില്ല ഇല്ലല്ലാഹു അള്ളാഹു അല്ലാണ്ട് വെളിവാവുകയില്ല. അങ്ങനത്തെ നന്മയെ അവൻ രഹസ്യമാക്കി വെക്കട്ടെ. ഫഅസാഹു യുഖരിബുഹു ദാലിക അതാകാം
അവനെ അടുപ്പിക്കാം ഇലല്ലാഹി അള്ളാഹുവിലേക്ക്. അങ്ങനെ ഫയനാലു ബിഹി അവൻ അതുകൊണ്ട് കരസ്ഥമാക്കിയേക്കാം ലുത്തുഫഹു അവൻ്റെ അള്ളാഹുവിൻ്റെ അനുകമ്പയെ അല്ലദി ഇദ്ദഖറഹു ലി അഹ്ബാബിഹി അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അനുകമ്പയെ അൽ മുഅ്മിനീന മുഅ്മിനുകളായ അവൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അനുകമ്പയെ അവൻ കരസ്ഥമാക്കിയേക്കാം. എന്ത് വിഷയത്തിൽ? ഫി ദഫ്ഇ മലാലിമിൽ ഇബാദി അടിമകളോടുള്ള ദുൽമിനെ ദഫ്ഇ ചെയ്യുന്ന വിഷയത്തിൽ. അടിമകളോടുള്ള ദുൽമിനെ, അടിമകളോട് ഇവൻ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഈ നന്മകൾ അവനക്ക് പ്രയോജനപ്പെട്ടേക്കാം. അൻഹും അവരെ തൊട്ട്, അടിമകളെ തൊട്ട് അവരോടുള്ള അക്രമത്തിനെ ദഫ്ഇ ചെയ്യുന്നതിൽ ഈ മുഅ്മിനീങ്ങളുടെ വാക്ക് അവന് പ്രയോജനപ്പെട്ടേക്കാം. മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ലുത്ഫിനെ അവൻ കരസ്ഥമാക്കിയേക്കാം. കമാ റുബിയ അൻ അനസിൻ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കെ ഇത് അന്നേരത്തെ റഅയ്നാഹു അവിടുന്ന് ഞങ്ങൾ കണ്ടു യദ്ഹഖു അവിടുന്ന് ചിരിക്കുന്നു ഹത്താ ബദത്ത് സനായാഹു അവിടുന്ന് മുൻപല്ലുകൾ വെളിവാകത്തക്ക വിധം ചിരിക്കുന്നു. ഫഖാല ഉമറു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു മാ യുദ്ഹികുക യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങെന്തിനാണ് ചിരിക്കുന്നത്? ബി അബി അന്ത വ ഉമ്മി എൻ്റെ പിതാവിന് പകരമാണ് അങ്ങ്, എൻ്റെ ഉമ്മയ്ക്ക് പകരമാണ്. ഖാല അവിടുന്ന് അരുളി റജുലാനി മിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ടാൾക്കാർ ജസയാ ബൈന യദൈ റബ്ബിൽ ഇസ്സത്ത് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ അവർ മുട്ടുകുത്തി നിന്നു. ഫഖാല അഹദുഹുമ രണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു യാ റബ്ബി ഖുദ്ലി എനിക്ക് നീ പിടിച്ചു വാങ്ങിത്താ പഠിച്ചവനെ മദലമത്തി എൻ്റെ അക്രമത്തിന്, എന്നോട് ചെയ്ത അക്രമത്തിനുള്ള കൂലി മിൻ അഖി എൻ്റെ ഈ സഹോദരനിൽ നിന്നും. ഫഖാല അല്ലാഹു തആല അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു അഅതി അഖാക മദലമത്തോ മറ്റേയാളോട് നീ അക്രമം ചെയ്തില്ലേ നിന്റെ സഹോദരനിക്ക് ആ അക്രമം കൊടുക്ക്. അപ്പൊ അവൻ പറയും യാ റബ്ബി എൻ്റെ റബ്ബേ ലം യബ്ക മിൻ ഹസനാതി ഷൈഉൻ എൻ്റെ നന്മയിൽ നിന്ന് ഒന്നും ശേഷിക്കുന്നില്ല, പിന്നെ എങ്ങനെ കൊടുക്കും? ഫഖാല അല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു താലിബിനോട് ഈ ചോദിച്ച ആളോട് പറഞ്ഞു കൈഫ തസ്നഉ നീ എന്ത് ചെയ്യാൻ പോകുന്നു? വലം യബ്ക മിൻ ഹസനാതിഹി ഷൈഉൻ ഇവന്റെ നന്മയിൽ നിന്ന് ഒന്നും ശേഷിക്കുന്നില്ല, പിന്നെ എങ്ങനെ തരാനാണ്? ഖാല യാ റബ്ബി റബ്ബേ യതഹമ്മലു അന്നി എന്നെ തൊട്ട് അവൻ വഹിക്കട്ടെ മിൻ ഔസാരി എൻ്റെ പാവങ്ങളെ, എനിക്ക് തരാൻ നന്മയില്ലെങ്കിൽ എൻ്റെ പാവം അങ്ങോട്ട് എടുക്കട്ടെ. ഖാല അവിടുന്ന് അരുളുക ആ സഹാബി പറയാണ് ഇത് കേട്ടിട്ട് ഫാളത് ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി ഇത് കേട്ടിട്ട് ബിൽ ബുക്കായി കരച്ചിൽ കൊണ്ട് സുമ്മക്കാലം. എന്നിട്ട് അവിടുന്ന് അരുളി ഇന്നദാലിക ആ ദിവസം ല യൗമുൻ ഒരു ദിവസമാണ് അലീമുൻ അലീമായ ഭയാനകമായ ദിവസമാണ് യഹ്താജുന്നാസു ജനങ്ങൾ ആവശ്യക്കാരാകും ഇലാ അൻ യുഹ്മല അൻഹും അവരെ തൊട്ട് വഹിക്കപ്പെടുന്നതിന് മിൻ ഔസാരിയും അവരുടെ പാപങ്ങൾ വഹിക്കപ്പെടുന്നതിന് അവർ ആവശ്യക്കാരാകും. അങ്ങനത്തെ ദിവസമാണത്. പാപങ്ങളെ വഹിക്കപ്പെടുവാൻ അഥവാ എൻ്റെ പാപം വേറൊരാൾ സ്വീകരിക്കാൻ ആവശ്യമായി കണക്കാക്കുന്ന ഒരു സമയം ആരെങ്കിലും സ്വീകരിച്ചെങ്കിൽ ആഗ്രഹിക്കുന്ന സമയമാണത്. കാല നിബിധങ്ങൾ അറിയുകയാണ്. ഫഖാല അല്ലാഹു തആല പറയും താലിബി ആ താലിബിനോട് പറയും. താലിബാനാണ് എനിക്ക് അയാളിൽ നിന്ന് നന്മ വേണം, എന്നെ അക്രമം ചെയ്തു, അക്രമത്തിന് എനിക്ക് പ്രതിഫലം കിട്ടണം എന്നാവശ്യപ്പെട്ടയാൾ. അയാളോട് അല്ലാഹ് പറയും ഇർഫഅ റാസക നീ തല ഉയർത്തി നോക്ക്, ഫൻദുർ നീ നോക്ക് ഫിൽ ജിനാനി സ്വർഗത്തിൽ. ഫറഫഅ റാസഹു അവൻ സ്വർഗത്തിൽ തല ഉയർത്തി നോക്കും. ഫഖാല യാ റബ്ബി അറാ മദാഇന ഞാൻ പട്ടണങ്ങൾ ഞാൻ കാണുന്നു മിൻ ഫിദത്തിൻ വെള്ളിയാൽ മുർത്തഫിയ ഉയർന്ന വെള്ളി വഖുസൂറൻ മാളികകൾ മദാഇന മുർത്തഫിയാത്തിന് ഉയർന്ന പട്ടണങ്ങൾ വെള്ളിയാലുള്ള വെള്ളി കൊണ്ടുണ്ടാക്കിയ വഖുസൂറൻ മിൻ ദഹബിൻ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ മണിമാളികകൾ മുക്കല്ലരത്തം ബിലുലുഇ മുത്തുകൾ തൂക്കിയിടപ്പെട്ട മുത്തുകൾ പിന്നെ ഫിറ്റ് ചെയ്യപ്പെട്ട അയ്യ നബിയൻ ഹാദ ഇത് ഏത് നബിക്കുള്ളതാണ്? ഔലി അയ്യ സിദ്ദീഖിൻ ഹാദ അല്ലെങ്കിൽ ഇത് ഏത് സിദ്ദീഖിനുള്ളതാണ്? ഔലി അയ്യ ഷഹീദിൻ ഹാദ ഇത് ഏത് ഷഹീദിനുള്ളതാണ്? ആല പടച്ചമ്പുരാൻ പറയും ലിമൻ ആത്താനി സമന ലിമൻ ഒരാൾക്കുള്ളതാണ് ഇത്. ആത്താനി അവൻ എനിക്ക് നൽകിയ സമന് നൽകി അതിന്റെ വില നൽകി. കാല അവൻ പറയും യാ റബ്ബി റബ്ബേ വമൻ യംലിക്കു സമന ഇതിന്റെ സമന് ആര് മിൽക്കാക്കും? ആർക്കുണ്ട് ഈ വില തരാനുള്ള കഴിവ്? ആരതിനെ ഉടമപ്പെടുത്തും? കാല പടച്ചമ്പുരാൻ അവനോട് പറയും അന്ത തംലിക്കുഹു ചോദിച്ചയാളോട് നീ അതിനെ മിൽക്കാക്കും.
അവൻ ചോദിക്കും ഒമാഹു അതെങ്ങനെയാ വിളിച്ചതിന്, അതെങ്ങനെയാണ്? കാല ആഫു കാ നഹീക, നിന്റെ ആ സഹോദരന് നീ മാപ്പ് കൊടുക്കടാ, അത് കാരണമായി നിനക്കത് കിട്ടും. കാല അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ പറയും യാ റബ്ബേ, എൻ്റെ റബ്ബേ, ഇന്നി ഖദ് അഫൗതു അൻഹു, ഞാൻ അവന് മാപ്പ് നൽകി, ഞാൻ അവന് മാപ്പ് നൽകി. ആർക്ക്? ആ നന്മയും കൊണ്ട് വന്ന വ്യക്തിക്ക് മാപ്പ് നൽകി, പ്രതിഫലം വേണ്ടാന്ന്. അള്ളാഹു തആല പറയും ഖുദ് ബിയദി അഖീക, നിന്നെ ദുനിയാവിൽ വെച്ച് ആക്രമിച്ച ആ സഹോദരനുണ്ടല്ലോ, ആ സഹോദരന്റെ കയ്യിൽ നീ പിടിക്ക്, അങ്ങനെ ഫാദിഖുൽഹുൽ ജന്നത്ത, നീ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സുമ്മക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എന്ത് ദാലിക, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കിൻ, വാസിലഹു ദാത ബൈനിക്കും, നിങ്ങളുടെ പരസ്പരമുള്ള നിങ്ങളുടെ പരസ്പരമുള്ള ഇടപെടലിനെ നിങ്ങൾ നന്നാക്കി, പരസ്പരം യോജിപ്പിലാകിൻ. കാരണം ഫൈനല്ലാഹ യുസ്ലിഹു ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഇതുപോലെ അല്ലാഹു തആല സുൽഹിലാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്ലാഹു തആല രക്ഷിക്കട്ടെ. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്ന ശീലം നമുക്കുണ്ടാകണം. അതായത് തംബീഹുൻ, ഉണർത്തലാണ്, അല അന്നദാലിക, ഇത് ഇന്നമാ യനാലി, ഇത് കരസ്ഥമാകുന്നത് ബി തഖല്ലുഖി ബി അഖ്ലാഖില്ല, അള്ളാഹുവിന്റെ ഖുലുഖുകളെ കൊണ്ട്, സ്വഭാവം സിദ്ധിക്കൽ കൊണ്ടാണ്. അഥവാ അള്ളാഹു തആല മാപ്പ് ചെയ്യുന്നവനാണ്, ഇവനും മാപ്പ് ചെയ്യുക. വഹുവ, അള്ളാഹുവിന്റെ ഖുലുഖ് എന്താ? ഇസ്ലാഹു ദാത്തുൽ ബൈനി, പരസ്പരമുള്ള ബന്ധം ചൊവ്വാക്കുക. വസാഇറുൽ അഖ്ലാഖി, മറ്റ് സ്വഭാവങ്ങളും നന്നാക്കുക. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.